ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതും നല്ലൊരു വീഡിയോ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ഇനിവെന്ന് അതിനെപ്പറ്റി നല്ലൊരു സമയമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെപ്പറ്റി നല്ലൊരു പ്രൊഡക്റ്റും കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സ്ത്രീകൾക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ അതൊരു വ്ളോഗ് മോഡൽ അല്ലെങ്കിൽ ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും ചേർന്നിട്ടൊരു ലഡാക്ക് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു അന്നത്തെ സമയത്തിൽ കഴിഞ്ഞൊരു 4 മാസമായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ സുഹൃത്തുക്കൾ പേഴ്സണലായിട്ടും മെയിലായിട്ടും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേ ആരോഗ്യപരമായിട്ടുള്ള വീഡിയോസ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ വ്ളോഗിനെക്കാട്ടിലും കൂടുതൽ പ്രേക്ഷകർ ഈ ചാനലിനകത്തുള്ളത് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ആ ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ട്രാവൽ വീഡിയോസ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ ഇനിയും മുന്നോട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത് മുമ്പത്തേതുപോലെ തന്നെ ഡ്രഗ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ്. സോ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും വളരെ ഉപകാരപ്പെടുന്ന, അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും ഉപകാരപ്പെടുന്ന ഒരു 100% ഹെർബൽ കണ്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ആപ്പിൾ സൈഡർ വിനാഗർ എന്നുള്ള ഈ ഒരു മെഡിസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മെഡിസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിതിൻ്റെ ചരിത്രത്തിലോട്ട് തന്നെ പോകേണ്ടി വരും. അതായത് ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കണം. ഇനി നമുക്ക് കൂടുതലായിട്ട് ഈ മെഡിസിനെ കുറിച്ച് മാത്രം പറയാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്തി മെഡിസിനെ കുറിച്ച് മാത്രം പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയിലോട്ട് പോവാം. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഗ്രീസിനകത്ത്, അതായത് ഏകദേശം ഒരു BC 370-400 കാലഘട്ടത്തിൽ തന്നെ ഈ ആപ്പിൾ സൈഡർ വിനാഗർ എന്നുള്ള ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെഡിസിൻ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഏകദേശം മുമ്പ് പറഞ്ഞാൽ 370-400 BC കാലഘട്ടത്തിൽ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഉപജ്ഞാതാവായ ഹിപ്പോക്രാറ്റസ്, അതായത് ദി ഫാദർ ഓഫ് മെഡിസിൻ, മോഡേൺ മെഡിസിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഹിപ്പോക്രാറ്റസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ മെഡിസിനെല്ലാം അദ്ദേഹം മുതൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അവർ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് തേനിൽ ചാലിച്ചും അല്ലാതെ തന്നെ മറ്റു ഓയിലുകളെല്ലാം ലയിപ്പിച്ചും ചുമ, കോൾഡ് എന്നിവയുള്ള അസുഖങ്ങളിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആപ്പിൾ സൈഡർ വിനാഗറിൻ്റെ എവിടെ നിന്നാണ് ഈ പ്രോഡക്റ്റ് ലഭ്യമാവുന്നത് എന്നുള്ളത് ഒന്ന് ചുരുക്കി പറയാം. അതായത് നമ്മുടെ ഈ പേരിൽ, അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ പേരിൽ തന്നെ ഇത് എവിടെ നിന്നാണ് ലഭ്യമാവുന്നത് എന്നുള്ളത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ആപ്പിൾ സൈഡർ വിനാഗർ എന്നുള്ളത് ആപ്പിളിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അതായത് നമ്മുടെ സാധാ ആപ്പിൾ അത് ക്രഷ് ചെയ്ത് ആപ്പിളിൽ നിന്നും എടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫെർമെൻറ്റേഷൻ ചെയ്ത് അതിൽ നിന്ന് എടുക്കുന്ന ജ്യൂസ് അല്ലെങ്കിൽ സത്ത്, അതിൽ നിന്നുമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ക്യാപ്സൂൾ അല്ലെങ്കിൽ ഈ ആപ്പിൾ എന്നുള്ള ഈ പ്രൊഡക്റ്റിൽ നിന്ന് ലഭ്യമാകുന്ന ജ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ സത്ത് എടുത്തിട്ടാണ് ആപ്പിൾ സൈഡർ വിനാഗർ എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ക്യാപ്സൂൾ ഫോമാണ്. ഇത് ലിക്വിഡ് ഫോം, അതായത് ജ്യൂസ് ഫോമിൽ ലഭ്യമാണ് മാർക്കറ്റിൽ. അതിന് അതിൻ്റെതായ ഉപയോഗമുണ്ട്. എന്നാൽ ഈ ക്യാപ്സൂളിന് മറ്റൊരു ഉപയോഗമാണ്. അതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഈ മെഡിസിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഈ ആപ്പിൾ സൈഡർ വിനാഗറിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റുകൾ എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്, ഇതിനകത്ത് 600 മില്ലിഗ്രാം ആപ്പിൾ സൈഡർ വിനാഗർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് തന്നെ പറയാം. കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റു ചില ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അതായത് മറ്റു ചില പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ മറ്റു ഹെർബൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് എടുത്ത് പറയേണ്ടതാണ് ഡൈകാൽസ്യം ഫോസ്ഫേറ്റ്, വെജിറ്റബിൾ സെല്ലുലോസ്, വെജിറ്റബിൾ സ്റ്റെയറിക് ആസിഡ്, സിലിക്ക, കൂടാതെ തന്നെ വെജിറ്റബിൾ മെഗ്നീഷ്യം സ്റ്റിയറേറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്ത് പറയേണ്ടത്, ഇതിനകത്ത് നോ ആർട്ടിഫിഷ്യൽ കളർ, അതായത് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ അടങ്ങിയിട്ടില്ല, മറ്റു ഫ്ലേവറുകൾ അടങ്ങിയിട്ടില്ല, കൂടാതെ തന്നെ മറ്റു സ്വീറ്റ്നർ ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. കൂടാതെ തന്നെ ഇതിനകത്ത് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഇതിനകത്ത് നോ പ്രിസർവേറ്റീവ്സ് ഒന്നും ഈ എൻ്റെ കയ്യിലുള്ള ഈ ക്യാപ്സൂളിനകത്ത്, അതായത് ആപ്പിൾ സൈഡർ വിനെഗറിനകത്ത് അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് സോയ അടങ്ങിയിട്ടില്ല, ലാക്ടോസ് അടങ്ങിയിട്ടില്ല, ഇതിനകത്ത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല, വീറ്റ് അടങ്ങിയിട്ടില്ല, ഈസ്റ്റ് അടങ്ങിയിട്ടില്ല, ഫിഷ് അടങ്ങിയിട്ടില്ല.
കൂടാതെ തന്നെ സോഡിയം ഫ്രീ ആണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതൊരു 100% സ്യൂട്ടബിൾ ആണ് ആർക്ക് വേണ്ടിയിട്ട്, വെജിറ്റേറിയൻസ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും 100% ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത. അതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഔട്ടർ ലൈൻ. ഇനി നമുക്കിത് ഈ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടാക്കുന്നില്ല, എവിടെ മാനുഫാക്ചർ ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റിന് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമാണ് പറയുന്നത്. അതൊരു USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വിറ്റൈൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിനകത്ത് ഇനി നമുക്ക് എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് പോവാം. അതായത് എല്ലാവരും കാത്തു നിൽക്കുന്നത് പോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അനവധി ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ആപ്പിൾ സൈഡർ വിനാഗർ എന്നുള്ള ഈ ഒരു ക്യാപ്സൂൾ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ്. ഇത് ശരീരത്തിൽ അമിതമായി വരുന്ന ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതായത് അവരുടെ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ട്രൈഗ്ലിസറൈഡ് ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. കലോറിയുടെ ലെവൽ കുറച്ച് അവരുടെ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. മാത്രമല്ല ഇതിനകത്ത് മുമ്പ് പറഞ്ഞ 100% ഹെർബലായത് കാരണത്താൽ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് മറ്റൊരു രണ്ടാമത്തെ ഒരു ഉപയോഗം പറയാം. വയർ സംബന്ധമായ അസുഖം, അതായത് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ ഇൻഡൈജഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലോട്ടിങ് എന്ന് നമ്മൾ പറയുമ്പോൾ ഫ്ലാറ്റുലൻസ് അല്ലെങ്കിൽ വയറിനകത്ത് വരുന്ന വയർ വീർത്തു വരുന്ന കാര്യം, അല്ലെങ്കിൽ ഗ്യാസ് റിലേറ്റഡ് ഉള്ള സംഭവം, അതുപോലെ ഹാർട്ട് ബേണിങ്, അതായത് നമ്മുടെ നെഞ്ചെരിച്ചിലെല്ലാം പറയുമല്ലോ. അപ്പോൾ അതിനെല്ലാം നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ മെഡിസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഉപയോഗം. ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ ഒരു ഉപയോഗം പറയാം. ഹൃദയ സംരക്ഷണത്തിന് നല്ലൊരു പ്രോഡക്റ്റാണ്. അതായത് ഹൃദയത്തിന് മറ്റു രോഗങ്ങൾ വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ആസിഡ് സൈഡർ വിനാഗർ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് ഹൃദയ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. കൂടാതെ തന്നെ മറ്റൊരു ഉപയോഗമാണ് മനുഷ്യ ശരീരത്തിൻ്റെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാം. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റേതായ രീതിയിൽ നടന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗം. കൂടാതെ തന്നെ മറ്റു ഹൃദയ സംബന്ധമായ അസുഖമായ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, കൂടാതെ തന്നെ ഇതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ രക്തത്തിനകത്ത് അടങ്ങിയിട്ടുള്ള ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇത് ഉപയോഗിക്കാം എന്നുള്ളതും ഇതിനകത്തുള്ള ആസിഡ് സൈഡർ വിനാഗറിൻ്റെ മറ്റൊരു ഉപയോഗമാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു ഉപയോഗം ബവൽ മൂവ്മെൻറ്റ്, അതായത് മലം നല്ല രീതിയിൽ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ തന്നെ റെഡ്യൂസ് റിസ്ക് ഓഫ് ക്യാൻസർ, അതായത് ക്യാൻസറുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്യാൻസർ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മാറ്റാൻ വേണ്ടിയിട്ടല്ല, ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലുള്ള അസുഖമുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ക്യാൻസറിനെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ പോകുന്ന ക്യാൻസറിനെ ചെറിയ രീതിയിലോട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ഉപയോഗമാണ്. ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു ഉപയോഗം മുടിക്കൊഴിച്ച് അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടുന്നില്ല എങ്കിലും മുടിക്ക് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട്, അതായത് മുടിക്ക് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടുന്നു. എന്നാൽ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടോ പുതിയ മുടി വളരാൻ വേണ്ടിയിട്ടോ ഒന്നും ഇത് ഉപകാരപ്പെടുന്നില്ല. മറിച്ച് മുടിക്ക് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട്, നഖത്തിന് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട്, സ്കിന്നിന് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ഉപയോഗമാണ്. നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ആപ്പിൾ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു പോയിട്ടുള്ള അസുഖങ്ങളെല്ലാം സാധാരണ ഒരു മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു ആപ്പിൾ കഴിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ക്യാപ്സൂളും തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ ദോഷഫലങ്ങൾ പോകാം. ദോഷഫലം എന്ന് പറയുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള സൈഡ് എഫക്റ്റാണ് ഈ ആപ്പിൾ സൈഡർ വിനാഗർ കഴിച്ചു കഴിഞ്ഞാൽ വരുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഞാനിവിടുത്തെ പറയുന്ന ദോഷഫലം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് മുഴുവനും ഈ ക്യാപ്സൂളിനെ കുറിച്ചിട്ടുള്ളതാണ്. ആപ്പിൾ സൈഡർ വിനാഗർ ജ്യൂസ് ഫോമിൽ ലഭ്യമാണ്, അതായത് ലിക്വിഡ് ഫോമിൽ ലഭ്യമാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ദോഷഫലമോ അതിൻ്റെ ഉപയോഗമോ അല്ല ഇവിടെ പറയുന്നത്. അതിന് അതിൻ്റേതായ മറ്റു ദോഷഫലങ്ങളും മറ്റു ഉപയോഗങ്ങളുമുണ്ട്. ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ക്യാപ്സൂളുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻ്റെ അല്ലെങ്കിൽ ഈ ഹെർബൽ മെഡിസിൻ്റെ ഗുണവും ദോഷവും ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നമുക്കിതിൻ്റെ ദോഷഫലം നോക്കാം. ഇത് കഴിക്കുമ്പോൾ ഒരു പക്ഷേ കഴിക്കുന്ന വ്യക്തിക്ക് ഒരു സ്കിൻ ബേണിംഗ് ഉണ്ടാവും, അതായത് തൊലി പൊള്ളുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. കൂടാതെ തന്നെ തൊണ്ടയിലൊരു ബേണിങ്, തൊണ്ട പൊള്ളുന്നത് പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക പ്രോബ്ലംസ് വരാനായി ഡൈജഷൻ കറക്റ്റായ രീതിയിൽ നടക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിൽ ഉള്ള അല്ലെങ്കിൽ ഒരു മലബന്ധം സംഭവിക്കാനൊക്കെ ഒരു പക്ഷേ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ചാൻസ് വരാൻ കാരണമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു ഉപയോഗം എടുത്ത് പറയുമ്പോൾ മലം നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഉപകാരപ്പെടുന്നുണ്ട്. കൂടെ തന്നെ ഡൈജഷൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ്, അതായത് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് ബേണിങ്, കൂടെ തന്നെ ബ്ലോട്ടിങ്, അതായത് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഡൈജഷൻ റിലേറ്റഡ് എല്ലാ കാര്യം റെഡി ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ തന്നെ ഒരു പക്ഷേ ക്യാപ്സൂൾ കഴിക്കുമ്പോൾ മറ്റു ചില നെഞ്ചരിച്ചിൽ പോലുള്ള കാര്യങ്ങൾ വരാനും ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗിക്കുന്ന വിധം, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഫോർ അഡൾട്ട്, ഒരു അഡൾട്ടായിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ 2 ക്യാപ്സൂൾ വീതം 1 മുതൽ 3 നേരം, അതായത് ഒരു പക്ഷേ ദിവസം 1 നേരം കഴിക്കാം, അല്ലെങ്കിൽ 2 നേരം കഴിക്കാം, അല്ലെങ്കിൽ 3 നേരം കഴിക്കാം. 2 ക്യാപ്സൂൾ ഒരുമിച്ച് രാവിലെ 2, ഉച്ചയ്ക്ക് 2, രാത്രി 2 കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ മാത്രം 2 കഴിക്കാം, ഇല്ലെങ്കിൽ രാവിലെ 2, രാത്രി 2, ആ രീതിയിലും കഴിക്കാം എന്നുള്ളതാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വളരെ അല്ലെങ്കിൽ കൂടുതൽ പേരും കേൾക്കാനായിരിക്കുന്ന സ്ത്രീകളെല്ലാം കൂടുതൽ പേര് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, പ്രഗ്നൻ്റ് ആയ സമയത്തോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് നേഴ്സിംഗ് മദറിന് ഉപയോഗിക്കാമോ എന്നുള്ളതെല്ലാം ഇവർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സാധാരണയായിട്ടും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആരാണോ, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഫീഡിങ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആരാണോ അവരുടെ നിർദ്ദേശം പാലിച്ചതിന് ശേഷം മാത്രമേ ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഈ ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രൈസിലോട്ട് പോകാം. പ്രൈസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 1200 രൂപ മുതൽ 1500 രൂപ വരെയും, നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രാൻഡ് എൻ്റെ കയ്യിലുള്ളതുപോലെ നല്ല ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് 2000-ന് മുകളിൽ പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാപ്സൂൾ ഏകദേശം 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അത് ഒരു ബോട്ടിലിനകത്ത് 200 ക്യാപ്സൂളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ അതാണ് ഈ വീഡിയോൻ്റെ മൊത്തത്തിലുള്ള, ഈ പ്രോഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ റിവ്യൂ എന്നുള്ളത്. സോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അലാറം ബട്ടൺ ഞെക്കാൻ മറന്നു പോകരുത്. കൂടെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു തുറന്ന് നോക്കാം. ഇത് ക്യാപ്സൂൾ അല്ല, ഇത് ടാബ്ലറ്റ് ഫോമാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് വളരെ പുളിച്ച രീതിയിലുള്ള ഒരു ബിറ്റർ സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇത് ആപ്പിളാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആപ്പിൾ ആയത് കാരണത്താൽ തന്നെ അതിൻ്റെ മണം വളരെ എനിക്ക് ഇഷ്ടമായിട്ടില്ല വ്യക്തിപരമായി പറയുമ്പോൾ. പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടാം, കാരണം ഒരു പുളിച്ച സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. 100% വെജിറ്റേറിയൻസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ വെജിറ്റേറിയൻസ് ഉള്ള അല്ലെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്ന വ്യക്തികൾക്കും ഇത് ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് ഫിഷോ മിൽക്കോ ഈസ്റ്റോ ഗ്ലൂട്ടനോ ഒന്നും അടങ്ങിയിട്ടില്ല. 100% പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പ്രോഡക്റ്റ് ഇതെല്ലാം ആമസോണിലെല്ലാം ലഭ്യമാണ്. ഡയറക്റ്റായിട്ട് ഫാർമസി പോയി മേടിച്ച് ഉപയോഗിക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് അങ്ങനെ ആകുമ്പോൾ 100% കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ലഭ്യമാവും. സോ ഏവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്.